എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു. ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ജീവിക്കുന്നയാളാണ് എന്ന് തെളിയിക്കുന്നതിനാണ് കാർഡ്. പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധം നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഇതിനായി പ്രത്യേക നിയമം നടത്തും. കാർഡിന് SIR-മായി ബന്ധമില്ല എന്നും ഭീതി ഒഴിവാക്കാനാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഡ് നൽകുന്നതിനുള്ള അധികാരം തഹസിൽദാർമാർക്കാണ് നൽകിയിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില ആവശ്യങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത്. ഭീതി ഒഴിവാക്കാനാണ് പുതിയ കാർഡ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. SIR-ലെ ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ വില്ലേജ് ഓഫീസിലും 2 ഉദ്യോഗസ്ഥർ വീതം SIR-ൽ ജനങ്ങളെ സഹായിക്കാനുണ്ടാകും. കൂടാതെ വാളണ്ടിയർമാരെയും ഇതിന് ഉപയോഗിക്കും. SIR ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്തെ ഓരോ പൗരനും നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പുതിയ തിരിച്ചറിയൽ കാർഡായിരിക്കും. ഓരോ വ്യക്തിയുടെയും പൗരത്വ നിയമ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു പരിധി വരെ മറികടക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആളുകളുടെ ആശങ്ക അകറ്റാനാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുന്നത് എന്നും തഹസിൽദാർമാർക്കാണ് ഇതിന്റെ ചുമതല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുതിയ ഐഡന്റിറ്റി കാർഡ് വരുമ്പോൾ ഒരു പൗരത്വ രേഖ പോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന രൂപത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കുന്നത്. പക്ഷെ പൗരത്വ കാർഡല്ല, പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഇത് മറികടക്കാനാകും. കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് റിപ്പോർട്ടിൽ പറയുന്നത് പെൻഷൻ തുക ഇനിയും കൂട്ടുകയാണ് എന്നുള്ളതാണ്. അടുത്ത മാസമാണ് ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബജറ്റിൽ പെൻഷൻ തുക കൂട്ടും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളുമാണ് വീഡിയോയിലുള്ളത്. വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: തദ്ദേശത്തിലെ ക്ഷീണം മാറ്റാൻ ജനപ്രിയ ബജറ്റ്, ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും, ശമ്പള പരിഷ്കരണത്തിനും സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ജനുവരി അവസാനത്തോടു കൂടിയോ ഫെബ്രുവരി ആദ്യത്തോടു കൂടിയിട്ടോ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതും ബജറ്റിലുണ്ടാകും. ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോടനുബന്ധിച്ചുണ്ടാകും എന്നാണ് സൂചന. ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി KN ബാലഗോപാൽ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചത്. 2000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് 2 മാസം, അതായത് നവംബറിലും ഡിസംബറിലുമാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. 13,000 കോടി രൂപയാണ് ഇതിനായി സർക്കാർ അധികം നീക്കിവെച്ചത്. ഇത് കൂടാതെ സാമൂഹ്യക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമനുകൾക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനു പുറമെയാണ് ആശാ വർക്കർമാർക്കുള്ള അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക 1 ഗഡുവും അനുവദിച്ചത്. ഇതിന് പുറമെയാണ് തൊട്ടടുത്ത മാസം നടക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത്. സർക്കാർ വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടുള്ള 2,500 എത്തിക്കാൻ 500 രൂപ കൂട്ടും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്ന 2,000 അധിക നാളിൽ ലഭിക്കില്ല. പകരം 2,500 ആയിരിക്കും എല്ലാ മാസവും പെൻഷൻ ലഭിക്കുക. ഫെബ്രുവരിക്ക് ശേഷം, ഫെബ്രുവരി മുതലോ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷമോ
2500 രൂപ പെൻഷൻ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതിന്റെ ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും. ബജറ്റ് നടക്കുന്നത് 2026 ജനുവരി അവസാന ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആയിരിക്കും. എന്തെങ്കിലും കാരണവശാലോ മസ്റ്ററിംഗ് ചെയ്യാത്തതോ മറ്റോ കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക. അത് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ 2000 രൂപ ചെറിയ തുകയല്ല, അതും കൂട്ടി 2500 എത്തുമ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് വലിയ ഒരു സഹായം തന്നെയാകും എന്നുള്ളതാണ്. അതിലൂടെ സർക്കാരിന് 3-ാം തവണയും അധികാരത്തിലെത്താം എന്നാണ് പിണറായി സർക്കാരിന്റെ പ്രതീക്ഷ. അപ്പൊ പെൻഷൻ ഇനിയും കൂട്ടും. മറ്റൊന്ന്, ഇപ്പോൾ വിതരണം ചെയ്ത ഡിസംബർ മാസത്തെ പെൻഷന്റെ കേന്ദ്ര വിഹിതം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നുള്ള കമന്റ് കാണാൻ ഇടയായി. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഭൂരിഭാഗം ആളുകൾക്കും അത് ലഭിച്ചിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റൊന്ന്, പ്രവാസി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നു. ഡിസംബർ മാസം ക്രിസ്മസ് ആയിട്ട് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും നവംബർ മാസത്തിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞതാണ്. ഡിസംബറിൽ വിതരണം ചെയ്തത് ക്രിസ്മസ് ആയതുകൊണ്ട് അവർക്കും പെൻഷൻ ഇല്ല. അതിന്റെ ഓഫീസിൽ വിളിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് എന്ന് വിതരണം ചെയ്യുമെന്ന് അറിയില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ 27,000 രൂപ ഓരോ ഗുണഭോക്താവിനും വെച്ച് 18 മാസത്തേത് കുടിശ്ശിക തീർത്തു കൊടുക്കുമെന്ന്. അതിപ്പോൾ നടപ്പിലായിട്ടില്ല. സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്ക് ഓൺലൈനായി സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി KSMARTന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. KSMARTൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റ് എന്ത് സേവനങ്ങൾക്കും ഇപ്പോൾ KSMART ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇത് അവരുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക. ഇനി ലോഗിൻ ഇല്ലാത്തവരാണ് എങ്കിൽ, ആദ്യമായിട്ട് കയറുന്നവരാണ് എങ്കിൽ സൈറ്റിന്റെ വലതുവശത്ത് കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് സിറ്റിസൺ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോഗിൻ ഉണ്ടാക്കുക. ഇനി ലോഗിൻ ചെയ്യുന്ന രീതി, വലതുവശത്ത് മുകളിലായി കാണുന്ന ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ലോഗിനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് സെൻഡ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ലോഗിൻ പൂർത്തിയായി. പിന്നീട് നമ്മൾ അപേക്ഷ നൽകുകയാണ് വേണ്ടത്. അപേക്ഷ നൽകുന്ന രീതിയാണ് ഇനി പറയുന്നത്. ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടതുവശത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സ്ത്രീ സുരക്ഷ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ത്രീ സുരക്ഷ സ്കീം എന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. കാർട്ടിൽ ആപ്ലിക്കേഷൻ ഫോം സ്ത്രീ സുരക്ഷാ സ്കീം എന്നതിലാണ് പിന്നീട് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ഥിരമായി താമസമുള്ള തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക. ആധാർ നമ്പറും പേരും കൃത്യമായി നൽകി വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ആധാർ കൺസെന്റ് വിവരങ്ങൾ വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്ന് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. നൽകിയ ആധാർ നമ്പർ വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷകയുടെ വിവരങ്ങൾ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്നതാണ്. വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപേക്ഷകയുടെ റേഷൻ കാർഡ് വിവരങ്ങൾ ഇതിൽ തെളിയും. ഇത് വായിച്ചു നോക്കി വിവരങ്ങൾ ശരിയാണ് എങ്കിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അപേക്ഷകയുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ നൽകി പിന്നീട് അപേക്ഷകയുടെ തൊഴിൽ വിവരങ്ങൾ നൽകി വീണ്ടും പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം അപേക്ഷകയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. ശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏത് രേഖയാണോ സമർപ്പിക്കുന്നത് ആ രേഖ തിരഞ്ഞെടുത്തതിന് ശേഷം രേഖ അറ്റാച്ച് ചെയ്യുക. അത് നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് എങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് അത് ചെയ്യുക. അല്ല എങ്കിൽ സ്കാനർ ഉണ്ട് എങ്കിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ശേഷം അപേക്ഷയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഫോട്ടോയുടെ കാര്യം. എന്നതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് എലിജിബിലിറ്റി വിവരങ്ങൾ നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. പിന്നീട് നമ്മൾ അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രിവ്യൂ ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി ഒന്ന് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സാക്ഷ്യപത്രം ഓപ്പൺ ആയി വരും. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുന്ന OTP കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി അപേക്ഷ സമർപ്പിച്ച അക്നോളജ്മെന്റ് ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ ചെയ്യുക, ഇല്ലാത്തവർ അക്ഷയയിൽ പോയിട്ട് ചെയ്യുക.
നമുക്കറിയാം ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ഡോക്യുമെന്റ് പറഞ്ഞ വയസ്സ് തെളിയിക്കുന്ന ഡോക്യുമെന്റ് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ബാക്കി വിവരങ്ങൾ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സ്വന്തമായിട്ട് കഴിയുന്നവർ ഇങ്ങനെ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.